കേരളത്തിലെ എല്ലാത്തരം വനമേഖലകളുടെയും ആകെ വിസ്തൃതി 11,524.149 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് സംസ്ഥാന വിസ്തൃതിയുടെ 29.65%. കേരളത്തിൻ്റെ വിവിധതരം വനങ്ങൾ: ഉഷ്ണമേഖല ആർദ്ര ഹരിതവനങ്ങൾ. ഇവ മഴക്കാടുകളാണ്. സൈലന്റ് വാലി, പൂയംകുട്ടി എന്നിവ ഉദാഹരണമാണ്. അല്പാർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഇലപൊഴിയും വനങ്ങളാണ് ഇവിടെ വളരുന്നത്. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണിവ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത്തരം വനങ്ങളാണ്. ഉപോഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. വറ്റാത്ത നീരുറവുകൾ കാണപ്പെടുന്ന ഇത്തരം വനമേഖലകളിൽ മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറവായിരിക്കും. ഉപോഷ്ണമേഖല ഗിരിവനങ്ങൾ. ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത് നെല്ലിയാമ്പതി, നിലമ്പൂർ, മൂന്നാർ, തെന്മല, അഗസ്ത്യമല തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. മിതശീതോഷ്ണ ആർദ്ര ഗിരിവനങ്ങൾ. പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്താരമുള്ള പുൽമേടുകൾ എന്നിവ മേഖലയുടെ പ്രത്യേകതകളാണ്. മൂന്നാർ, ഇരവികുളം പ്രദേശങ്ങളിലെ ഉയർന്ന കുന്നുകളിൽ ഇത്തരം വനങ്ങൾ കാണുന്നു. വരണ്ട ഇലപൊഴിയും കാടുകൾ. ആകെ വനവിസ്തൃതിയുടെ 1% മാത്രമാണിവ. ഇത്തരം കാടുകൾ വളരുന്നത് മഴ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരുവിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. ചന്ദനക്കാടുകൾ. തമിഴ്നാടിനോടും കർണാടകത്തോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ അതിർത്തി വനങ്ങളിലധികവും ശുഷ്ക ഇലപൊഴിയും കാടുകളാണ്. ഇത്തരം വനങ്ങളിൽ ചന്ദനമരം വളരുന്നു. ധാരാളം ചന്ദനക്കാടുകളുള്ള പ്രദേശങ്ങളാണ് മറയൂർ, ചിന്നാർ ഭാഗങ്ങൾ. മലബാർ കളക്ടറായിരുന്ന കൊനോലി ലോകത്തിലെ ആദ്യത്തെ തേക്കു പ്ലാന്റേഷനായ കൊനോലിസ് പ്ലോട്ട് നിലമ്പൂരിൽ വികസിപ്പിച്ചത് 1844 മദ്രാസ് ഫോറസ്റ്റ് ആക്ട് 1882 നിലവിൽ വന്നു. അതുപ്രകാരം കരിമ്പുഴ, വാളയാർ, സൈലന്റ് വാലി പ്രദേശങ്ങൾ 1883-87 റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1887 1888 തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി കോന്നിയെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. എന്നാൽ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്, 74.20%. റിസർവ് വനം കൂടുതൽ പത്തനംതിട്ട ജില്ലയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് 2ാം സ്ഥാനമാണ്, 73.49%. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ വീയപുരം റിസർവ് വനം പത്തനംതിട്ടയിലെ റാന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിലാണ്. കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം തേക്കാണ്. കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് പുളിയറക്കോണത്താണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂറിൻ്റെ ആസ്ഥാനം ആലുവ. കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പ. വനം വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വഴുതക്കാട്. അരണ്യമാണ് വനം വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. കേരളത്തിൽ ആദ്യമായി വനം നിയമം നിലവിൽ വന്നത് 1961. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം. ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനംവകുപ്പ് പദ്ധതിയാണ് വനിക. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ വികസനത്തിന് സംസ്ഥാന വനവികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ 33% വനം വേണം. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ ആദ്യവാരമാണ് വനമഹോത്സവം ആചരിക്കുന്നത്. 1950 KM മുൻഷിയാണ് ഇത് ആരംഭിച്ചത്.